Now the second astable circuit, it's the same as the first one, പക്ഷേ രണ്ട് Xenodiodes add ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. So ഇവിടെ മറ്റേ RC network, sorry, voltage divider network, which is identical as the one you find in the Schmidt trigger, and then you get the capacitor here, which has its own feedback network. So an R here and a C here, R1, R2, V0. ഇതിൽ പക്ഷേ second circuit എന്ന് പറയുമ്പം this one should have an asymmetrical output, asymmetrical amplitude. Asymmetrical amplitude എന്ന് പറയുമ്പം കിട്ടുന്ന ഫൈനൽ, why is my marker so ass now? Asymmetrical amplitude എന്ന് പറയുമ്പം മേളത്തെ വാല്യൂ ഷുഡ് ബി ലെസ്സർ ഓർ മോർ, ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം താഴത്തെ വാല്യൂ. അതായത് ഇവിടുത്തെ ഷുഡ് ബി V1, ഇവിടുത്തെ ഷുഡ് ബി V2. V1 is obviously different compared to V2. So അത് ചെയ്യണമെങ്കിൽ just add two Xenodiodes here. I think that's the symbol. I forgot. ഇത്ര ഉള്ളൂ കാര്യം. V0 കിട്ടി. ഇനി to explain this, നമ്മൾ ചെയ്തേക്കുന്ന ലാബിലത്തെ Xenodiodes ഇവിടെ 9.1 volt voltage ആണ്, I think it's called breakdown voltage, and this is 5.6 volt. Now what happens here is that ഈ Xenodiode ഇഗ്നോർ ചെയ്യുന്ന കേസിൽ, നമ്മുടെ ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ കേസിൽ വി ഗെറ്റ് പ്ലസ് വി സാറ്റ് ആർ മൈനസ് വി സാറ്റ്. അപ്പോൾ നമ്മൾ വി സാറ്റ് കൊടുത്തേക്കുന്നത് 15 വോൾട്ട് ആണല്ലോ, ഇതിൽ 15 വോൾട്ട്. സോ വി യൂസ് ടു ഗെറ്റ് പ്ലസ് 15 ആൻഡ് മൈനസ് 15 അല്ലേ. സോ ഇനി V0 ഇവിടെ പ്ലസ് 15 ആവുന്ന കേസിൽ പ്ലസ് 15 ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷേ പ്ലസ് 15 ഇതിപ്പം ഒരു ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വരുമ്പം ഇതൊരു ഫോർവേഡ് ബയസ് ഡയോഡാണ്, ഇതൊരു റിവേഴ്സ് ബയസ് ഡയോഡാണ്. സോ വെൻ ദിസ് ഇസ് ഫോർവേഡ് ബയസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ് ഗോസ് ത്രൂ ഇറ്റ് ഫൈൻ. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഇറ്റ് ഗെറ്റ്സ് ബ്ലോക്ക്ഡ്, ഒരു റിവേഴ്സ് ബയസ് ആണ്. ഇപ്പോൾ ഒരു സാധാ ഡയോഡായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഗെറ്റ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ് ദെയർ, സോ ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു ഗോ സ്ട്രെയിറ്റ് ടു ഗ്രൗണ്ട്. പക്ഷേ ഈ കേസിൽ Xenodiodes-ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർവേഡ് ബയസ്ഡ് ആയ കണ്ടീഷനിൽ ഇറ്റ് ലെറ്റ്സ് കറണ്ട് പാസ് ത്രൂ ഫൈൻ. പക്ഷേ റിവേഴ്സ് ബയസ്ഡ് ആയ കണ്ടീഷനിൽ, റിവേഴ്സ് വോൾട്ടേജ് ഇപ്പം ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആവുന്ന കണ്ടീഷനിൽ ഇറ്റ് ലെറ്റ്സ് ദ വോൾട്ടേജ് പാസ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ പോയിൻറ്റ്. അപ്പം ഈ കേസിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5.6 വോൾട്ട് ആണ്. സോ ഇവിടെ വരുന്ന പോസിറ്റീവ് വോൾട്ടേജ് ഒരു 2 വോൾട്ട് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡൻ ലെറ്റ് ഇറ്റ് പാസ് ത്രൂ. പക്ഷേ ഇവിടെ വരുന്ന വോൾട്ടേജ് 6 വോൾട്ട് ആയിരുന്നെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. സോ 6 വോൾട്ട് വരെയുള്ളതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് 5.6 വോൾട്ട് വരെയുള്ളതെല്ലാം ഈ Xenodiode റിവേഴ്സ് ബയസ് എന്ന പ്രിൻസിപ്പിളിൽ ബ്ലോക്ക് ചെയ്തിട്ട് എനിത്തിങ് ദാറ്റ് എക്സീഡ്സ് 5.6 വോൾട്ട് ഇറ്റ് ലെറ്റ്സ് ത്രൂ. സോ 6 വോൾട്ട് ആകുമ്പോൾ ഇറ്റ് ലെറ്റ്സ് എ ബിറ്റ് ഓഫ് ഓൾ ഓഫ് ദാറ്റ് ത്രൂ. ആൻഡ് ദെൻ നമ്മുടെ ഈ കേസിൽ പ്ലസ് 15 വോൾട്ട് ആകുമ്പം ആ പ്ലസ് 15 വോൾട്ടിൽ നിന്ന് ഒരു 5.6 വോൾട്ട് മാത്രം ഡ്രോപ്പ് ഇവിടെ വരും, ഒരു 5.6 വോൾട്ട് ഡ്രോപ്പ് വരും. ആൻഡ് ദെൻ ഇറ്റ് ലെറ്റ്സ് the rest of the voltage pass through to the ground. So effectively ഇവിടെ പ്ലസ് 15 ആകുമ്പോൾ ഇത് ഫോർവേഡ് ബയസും ഇത് റിവേഴ്സ് ബയസും ആവുന്ന സ്റ്റേറ്റിൽ ദി എഫക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് റീജിയൻ ഇസ് 5.6 വോൾട്ട് അല്ലേ. സോ as we can see here, positive it was supposed to go all the way to plus 15, പക്ഷേ it got dropped to a small value which is plus 5.6. എൻ്റെ മാർക്കർ ക്ലിയർ ആണോ? ക്ലിയർ ആവുമായിരിക്കും, ഓക്കെ. ഇനി അതിനുപരിയുള്ള സെക്കൻഡ് കണ്ടീഷൻ -15 വരുന്ന സിറ്റുവേഷൻ. -15 വരുമ്പം ഇത് ഫോർവേഡ് ബയസ്ഡ് അല്ല, ഇത് റിവേഴ്സ് ബയസ്ഡ് ആണല്ലോ. ഇവിടെ ഒരു നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. ദിസ് തിങ് ഇസ് റിവേഴ്സ് ബയസ്ഡ്, പക്ഷേ ദിസ് തിങ് ഇസ് ഫോർവേഡ് ബയസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ ആൻഡ് ദിസ് തിങ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ദിസ് ഗൈ ലെറ്റ്സ് ദിസ് -15 പാസ് ത്രൂ ജസ്റ്റ് ഫൈൻ. പക്ഷേ ഇവിടെ ഉള്ളവൻ അത് ബ്ലോക്ക് ചെയ്യും. സോ ഇവിടെ -15 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ടേക്ക് ഇറ്റ് ദി അതർ ഡയറക്ഷൻ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ -19 അപ്ലൈ ആയി. ഇവിടുത്തെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് 9.1 വോൾട്ട് ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഗോസ് സ്ട്രേറ്റ് ടു ഗ്രൗണ്ട് അല്ലേ, ത്രൂ ദ 5.6 വോൾട്ട് വിച്ച് ഇസ് ബേസിക്കലി എ ഷോർട്ട് സർക്യൂട്ട്. സോ ഇവിടെ മൈനസ് അപ്ലൈ ആയി.
this is supposed to be ഛേ എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആയല്ലേ. സോറി, ഇത് നെഗറ്റീവ് സൈഡാണല്ലോ, ഇത് അല്ല ഇത് പോസിറ്റീവ് സൈഡാണ്, ഇത് നെഗറ്റീവ് സൈഡാണ്. സോ ഓക്കെ, ഈ പോസിറ്റീവ് സൈഡിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ആയി. ഈ നെഗറ്റീവ് സൈഡിലേക്ക് ഒബ്വിയസ്ലി ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ് അപ്ലൈ ആയത്, വിച്ച് ഇസ് റിലേറ്റീവ്ലി മോർ പോസിറ്റീവ് ദെൻ ദ -19 വോൾട്ടേജ്. സോ -19 is it reverse biases this particular diode, and reverse biased ആകുമ്പം it blocks any voltage up to the point 9.1 volts. പക്ഷേ അതിനെ എക്സീഡ് ചെയ്യുന്ന വോൾട്ടേജസ് എല്ലാം it kind of overrides the reverse biasness of this Zener diode, and it passes straight through ground. I can't pronounce anything properly today, I'm so sorry. So 9.1 volt ആണ് ഇവിടെ ഡ്രോപ്പ് ആവുന്നത്. അൾട്ടിമേറ്റ്ലി basically acts like a resistor where the VR, like the drop across the resistor, is around 9.1 volt. അപ്പം ആ സിറ്റുവേഷനിൽ, അതായത് ഇത് -15 വരുന്ന കേസിൽ ഇവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് 9.1 volt. So V0 also becomes 9.1 volt as seen here, where this is -9.1 volt. I think that clears it up.